നമസ്കാരം. മന്ദാരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി നമ്മളെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് കടപ്പുറത്താ ഒരുപാട് നാളായി നമ്മൾ കടപ്പുറത്ത് നിന്ന് മീൻ പിടിക്കണം. ഇപ്പുറത്ത് നോക്കിയാൽ പുഴയും ഇവിടെ നോക്കിക്കാണെങ്കിൽ കടലും. ആ രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട്. വേറൊരു സംഭവമുണ്ട്. ഇന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഞാൻ ഈ ചൂണ്ടലേക്ക് പോകുമ്പോൾ ഞങ്ങളെ നാട്ടുകാർ എന്താണ് എന്നോട് പറഞ്ഞത്, അന്നദാനം കൊടുക്കാൻ പോകുന്നു എന്ന്. അത് മാറ്റി ചിന്തിക്കാനും പറയിപ്പിക്കാനുമാണ് ഞാൻ വന്നത്. നമ്മളുടെ സാധനം പൈസ കൊടുത്ത് ഞാൻ കൊണ്ടോട്ടിന് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് ദീപത്തിന് എന്തായാലും മീനെ പിടിച്ചിട്ട് അങ്ങ് പെരെ പോകും. കാരണം 50 റുപ്യൻ്റെതാ ചെമ്മീൻ, കൂന്തള ചെമ്മീന്. ഈ ചെമ്മീനും കൊണ്ട് ഞാൻ എൻ്റെ അമ്മ പോലും എന്താ പറഞ്ഞത്, കൊമ്പനും കൂട്ടി സ്രാവുകണം. അമ്മക്കുള്ള മറുപടിയാണ് ഞാൻ ഇന്നിവിടെ കൊടുക്കാൻ വന്നിട്ടുള്ളത്. ഈ പുഴയെന്നാണോ അതോ ഈ കടലിൽ നിന്നാണോ മീൻ പിടിക്കേണ്ടതല്ലേ? കാരണം നമുക്ക് പിടിക്കുമ്പോൾ അറിയാം എവിടെയല്ലേ വലിയ മീനാണ്. ഇതെന്റെ ചലഞ്ചാണ്. നിങ്ങൾ കുടിക്കുക, എന്റെ വാശിയാണ് കുടിക്കുക. ഈ ചെമ്മീനിന്റെ ഉള്ളിടത്തോളം കാലം ചെമ്മീനെ ചതിക്കരുത്. ഇത് അവരിതാ വന്നിരിക്കുന്നു. രാവിലെ വന്നതാണ് തോന്നുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം അവരോട് എപ്പോഴാണ് വന്നതെന്ന്, കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും. രാവിലെ വന്നിട്ടൊന്നുമില്ല. രാവിലെ വന്നിട്ടില്ല അല്ലേ? നീ കൊത്തുണ്ടോ? മീനുണ്ടോ? മീനുണ്ടോ നോക്കട്ടല്ലോ. നമുക്കത് ഇതിന് മീനൊന്ന് നോക്കാം എങ്ങനെയാണ്. ഏട്ടന് ഞാൻ ആദ്യമായിട്ട് മീനിന്റെ ആശാനാണ് പോലെ. ഏത് മൂപ്പരോ? മീനിനെ വിളിക്കുന്ന ആൾക്കാരാണല്ലോ. മീനല്ലേ അതിന്റെ അടിയല്ലേ? അതിന്റെ അടിയിൽ ചെമ്മീന്റെ അടിയിൽ മൂപ്പരെ പിടിച്ച മീനാണ്. മൂപ്പര് ഇപ്പൊ നേരെ വന്നിട്ടുള്ളൂ. സത്തിനോ ടക്കണ മീനാണ് മോനെ. എങ്ങനെ വിളിക്കാം? ഇതാണ് മീൻ മോനെ. ഇത് ഏതാ മീൻ? എന്താ അറിയോ? അതാണ് കോര മീന്. ഈ കോരന്റെ അപ്പുറമുള്ള മീൻ ഞാൻ പിടിക്കും. പുതിയാപ്പിള കോരയാണ് അത് മീൻ. വേറെ സാധനം പാടുണ്ടല്ലോ ഏട്ടക്കുട്ടി. അടുത്ത് നമ്മള് പിടിക്കാൻ പോവാണ് വന്നത്. വൈഫുണ്ടോ? വൈഫ് എവിടെ? വൈഫ് അവിടെയാണ്. അവിടെ ഉണ്ടല്ലോ വൈഫ്. അതാ വൈഫ് അവിടെ ഉണ്ട്. വൈഫിനെ കൊണ്ട് മീൻ പിടിക്കാൻ വന്നത്. ഇങ്ങനൊക്കെ ഓരോ അവസ്ഥകൾ നമ്മൾക്ക് കാണണം. കാരണം എന്റർടൈൻമെന്റും ആണ്. അതുപോലെ തന്നെ ഇതൊരു ലൈഫ് നമുക്ക് എന്താ പറയാ, ഒരു മിനിറ്റ്. അതുപോലെ തന്നെ എന്തൊരു എന്റർടൈൻമെന്റ് ആണ് ഈ മീൻ പിടിക്കാൻ വരുന്നതും. ചിലവർക്കൊക്കെ അത് രാവിലെ വന്നവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് മീൻ പിടിക്കാൻ വന്നവരും. നമുക്കത് ഞാനെന്താ പറയുക, ആ വാശിപ്പുറത്ത് പോകുന്നത്. ആ വാശിപ്പുറം ഇവിടെ നടക്കുമോ എനിക്കറിയില്ല. എന്നാലും ഞാൻ കടലിലാണോ മറ്റേ അപ്പുറത്ത് പുഴയും ഇപ്പുറത്ത് കടലാണ്. രണ്ട് സ്ഥലത്ത് നമുക്ക് എവിടെയെല്ലാം പിടിക്കണം. നല്ലൊരു സ്പോട്ട് ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. ഇത് വാങ്ങിയത് വെറുതെ ആവുമോന്ന് അറിയില്ല. എന്നാലും നമ്മൾ പോയി നോക്കുന്നു. കടലിൽ അങ്ങോട്ട് ഇരിക്കാൻ 2 ഈയ ഉണ്ട്. ഈ 2 ഈയ കൊടുക്കാൻ പോകാം. അതുപോലെ തന്നെ 2 കൊക്ക. ഈ 2 കൊക്കമ്മലും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നമുക്ക് കെട്ടൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു കാരണത്താലും നമ്മളിത് കെട്ടാൻ പോവാണ്. രണ്ട് കൊക്ക കളിക്കുന്നതിന് ഒരു വെറൈറ്റി സ്റ്റെപ്പ് ഉണ്ട്. ഈ 2 സാധനം ഇങ്ങനെ എടുത്താണ്ട് ഇങ്ങനെ പിടിക്കണം. കെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വീഡിയോ ലെന്ത് കൂടുന്നതിനനുസരിച്ചും ഇത് പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ളൊരു വാശിയാണ്. അതുകൊണ്ടാണ് 2 എണ്ണം കെട്ടണത്. കണ്ടോ? ഇതിങ്ങനെ ഒരു സംഭവം കേട്ടോ. പിന്നെ അടുത്ത് വെറൈറ്റി ഒരു സംഭവമുണ്ട്. അത് 2 എണ്ണം കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു. ഏതായാലും ചൂണ്ടൽ കെട്ടാൻ പഠിച്ചുകൊണ്ടൊരു സമാധാനം. എന്ന് മീൻ പിടിച്ചാൻ വരുന്നു. വാറ്റിപ്പുറത്താണെന്നുണ്ടെങ്കിലും പെട്ടത് 2 മണിക്ക് ഞങ്ങൾ വന്നതാണ്. ഏതായാലും അപ്പോൾ അപ്പോഴാ മീൻ കിട്ടി പെരേക്ക് പോകണമെന്നൊരു കുട്ടുണ്ടാവില്ല. ആദ്യമായിട്ടായാണ്ടാവും. വാശിപ്പുറത്ത് പോരാന്ന് തോന്നാണ്ട് നോക്കാം. നമുക്ക് ഏതായാലും കിട്ടുകയാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വാശിപ്പുറത്ത് പോകുന്നതല്ലേ. അപ്പം എന്തായാലും കിട്ടും ഉറപ്പായിട്ടും. അങ്ങനെ ഒരു കൊക്ക നമ്മൾ കെട്ടിക്കഴിഞ്ഞ് 2ാമത്തെ കൊക്ക നമ്മൾ കെട്ടുന്നുണ്ട്.
ചെറിയ കൊക്കയാണ് ഈ ഏട്ടക്കൊക്കെ ഇടലെന്ന് ബല് പറയണത്. നമ്മൾ കുറച്ചും കൂടെ വലുത്ത് പിടിക്കണം എന്നുള്ള വാശിപ്പുറത്താണ് ഈ വലിയ ചൂണ്ടൽ തന്നെ കൊള്ളത്. കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും വാശി തന്നെയാണ്. ഏതായാലും അത് നമുക്ക് എന്താ അറിയില്ല, ആ വാശി നമുക്ക് ഇതുവല്ലേ കഴിഞ്ഞു. തരണ്ടല്ലോ കിട്ടോ, വാശി വെള്ളത്തിലാവുമോന്ന് അറിയില്ല. മീൻ കോർക്കാൻ പോകും. ചെമ്മീൻ അങ്ങനെയാണ്. എന്താ പറയുക, ചെമ്മീൻ കൊത്തിയില്ലെങ്കിലും മീൻ കിട്ടിയിട്ടില്ലെങ്കിലും 50 ഏതാ മീൻ പെരയെ കൊണ്ടാണ്ട് ഫ്രൈ അടിച്ചിട്ടുണ്ട് മിക്കവാറും. അയോ കടലമ്മേ നിങ്ങൾക്കുള്ള കൂടെ കടലമ്മനെ പ്രതി നമ്മൾ കിട്ടുമെന്ന് മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. കുറച്ചേരം നിൽക്കേണ്ടി വരും. കുറച്ചധികം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ മറ്റേ ആട്ടെ നമ്മൾ 2 മീനത്തെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ നോക്കാം. ആ ഏട്ടനെ അവിടെ ചൂണ്ട കാണിച്ചു കൊടുക്കാം. നോക്കരുത് ആ ഏട്ടനെ. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. പാൻറ് ഇട്ട് വന്ന് ഞാൻ ട്രൗസർമേലായി. നമ്മളൊക്കെ ഒരു അവസ്ഥ വിളിച്ച് പോന്നാണ്ടേ ഇതൊന്നും നടക്കുന്ന പ്രശ്നമല്ല. എന്തായാലും സ്റ്റിക്കും കൊണ്ട് വരണം. ഏതായാലും ഈ റൗണ്ടിൽ നമ്മളെ കൊണ്ട് ഒരിക്കലാവും. ഇമാര് തിരടിച്ചുകൊണ്ട് തരാൻ ചൂട്ടാ ഇമാര് തിരടിച്ചുകൊടുത്തൊക്കെ ഞാൻ മീൻ പിടിച്ചത് എങ്ങനെ ഉണ്ടോ. നമുക്ക് കോറിയിലൊക്കെ നടക്കുള്ളൂ. ഇതും റെഡിയാക്കിണ്ടാവും. റെഡി. നമുക്ക് അവിടെ ഏട്ടന്മാരുണ്ട്. ആ ഏട്ടന്മാരടുത്ത് പോയി നോക്കി. നേരത്തെ മീൻ കൊടുത്ത് പോയി ഓല പോയാണ്ട് നമുക്ക് വെറുപ്പിച്ചു തുടങ്ങി. 2 കൊക്കുള്ളപ്പോൾ ഒരു കൊക്ക ഈ അറ്റത്ത് ഈ അവിടെ പോയി. ഈ കടലുണ്ട്. കടലമ്മക്ക് കൊടുത്ത് ഇടങ്ങേറി. ഇത് മീൻ പിടിക്കാൻ വരുമ്പോൾ അത് 5-8 കൊക്കി വാങ്ങേണ്ടി വരും. മീൻ വാങ്ങേണ്ടി വരുന്നത് വന്നാട്ടോ. നല്ല മീൻ പിടിച്ചാൻ വരുന്നത്. നമുക്ക് ഓലവിടെ പോയാണ്ട് നമുക്ക് ഓലടുത്ത് കിട്ടിയത് ചെയ്യും. ഇനി പകുതി ആയില്ല. ഏകദേശം ഒരു 4 കിട്ടപ്പോൾ തന്നെ ഒരു തീരുമാനമായി. ഇനി ബാക്കി അമ്മക്ക് കറിയൊക്കെ. ഏതായാലും കൊമ്പനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ചെമ്മീനെങ്കിലും കൊണ്ടുകൊടുക്കാൻ നമുക്ക് വേണം. ഞാൻ നന്നായിട്ട് ഫുള്ള് കടൽ നനച്ചി. നമുക്ക് ഓലെടുത്ത് പോകാം.
ഏതായാലും ഇവർക്ക് നമ്മക്ക് ഏതായാലും മീൻ കിട്ടില്ല. ഇവർക്ക് ഇങ്ങനെ മീൻ കിട്ടില്ല. സമാധാനം. അവിടെ കുറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ട്. ചായയില്ല, ചോറുമില്ല. ഏതായാലും 2 മണിക്കൊന്ന് 6 മണിയായി. 6 മണി അത്രയാണോ ടൈം? 6:30 മണിയായി. ഏതായാലും കുറച്ച് വെള്ളമെങ്കിലും പിടിച്ചത് ആയിട്ടില്ല. പിന്നെ മീൻ കിട്ടിയോ? കണ്ട കിട്ടിയോ? ഏതായാലും മീനെ കിട്ടില്ല. നമ്മക്കുള്ള ഈ ചെമ്മീനും കൊണ്ടുകൊടുക്കാം കറിവെക്കാൻ. ഇന്ന് എല്ലാം കേക്ക്. ഏതായാലും കൊമ്പനെ പിടിച്ചാൽ മതി. ചെമ്മീന് ചെമ്മീൻ 50 ചെമ്മീൻ കൊണ്ടുകൊടുക്കേണ്ടി വരും. നിർത്തി മീൻ പുറത്ത് നിർത്തി ഇന്നോടെ ഞാൻ പോവാം.